ഹായ് സുഹൃത്തുക്കളെ, ഒരു അറിവും ചെറുതല്ല. ഇതൊരു സിംഗിൾ പീസ് ക്ലോസറ്റാണ്. റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇത് കുറച്ച കാലം മുമ്പേ ഈ ബാത്റൂം ലീക്കാണെന്ന് പറഞ്ഞിട്ട് ഫ്ലോറൊക്കെ ഒന്ന് മാറ്റി ചെയ്തതാണ്. ആദ്യമുള്ള ഫ്ലോറിൻ്റെ മുകളിൽ കുറച്ചുകൂടി കോൺക്രീറ്റ് സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇത് വെച്ചിരുന്നത്. ടൈലൊക്കെ ചെയ്ത് ക്ലോസറ്റ് പുതിയതാണ് മാറ്റി ചെയ്തത്. ക്ലോസറ്റ് വൈറ്റ് സിമെൻറ്റിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാനും അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന വൈറ്റ് സിമെൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനും കഴിഞ്ഞു. ഇത് 12 ഇഞ്ച് കറക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ പോയിന്റ് ഇട്ടത്. ആദ്യത്തെ പോയിന്റ് കറക്റ്റ് അതേ അളവിൽ തന്നെയായിരുന്നു. നമ്മൾ അതേ അളവ് തന്നെ സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്തതിലേക്ക് വീണ്ടും നമ്മൾ വൈറ്റ് സിമെൻറ്റ് തന്നെയാണ് വീണ്ടും ഉപയോഗിച്ചത്. കാരണം വൈറ്റ് സിമെൻറ്റിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് ഇളക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനും കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലോർ ലെവലിൽ പൈപ്പ് കട്ട് ചെയ്ത് വാഷറൊക്കെ ഇട്ട് ക്ലോസറ്റ് അതിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് സൈഡിൽ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലോസറ്റ് സൈഡിൽ കുറച്ച് ഭാഗം ഒന്ന് പൊക്കിയതിന് ശേഷം വൈറ്റ് സിമെൻറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈറ്റ് സിമെൻറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി വൃത്തിയായി തുടച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഈ ഫ്ലോറൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇതിപ്പോൾ 2 പ്രാവശ്യമാണ് ഈ ഫ്ലോർ ടൈൽ മാത്രം മാറ്റിയത്. ഈ പ്രാവശ്യം മൊത്തത്തിൽ ടൈല് പൊളിച്ച് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് മാറ്റി ചെയ്തിട്ട് ലീക്ക് പ്രൂഫൊക്കെ ചെയ്ത് ടൈല് വിരിച്ചിട്ടാണ് ഈ ക്ലോസറ്റ് നമ്മൾ റീസെറ്റ് ചെയ്തത്. അപ്പോൾ ഒരറിവും ചെറുതല്ല.